ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന എത്ര വലിയ ഏത് സുഖമായാലും അവ ക്ഷണികമാണ്. മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ദുഃഖം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ പരമസത്യം നാം ബോധിക്കണം. ഒരിക്കലും ദുഃഖസ്പർശമില്ലാത്ത സുഖം ആത്മസുഖമാണ്. അത് സ്വന്തം അന്തരാത്മാവിലേക്ക് ആണ്ടിറങ്ങുമ്പോഴാണ് അനുഭവമാവുക. എന്നാൽ മനസ്സാകട്ടെ ചലനാത്മകമായി അത് ഇന്ദ്രിയദ്വാര ബഹിർഗമിക്കുമ്പോൾ അവിടെ സുഖദുഃഖങ്ങളായി, ഇഷ്ടാനിഷ്ടങ്ങളായി, രാഗദ്വേഷങ്ങളായി, സ്നേഹം വെറുപ്പ് മുതലായ അനേക ചിന്താധാരകൾ നമ്മെ കലുഷമാക്കുന്നു, വികാരാത്മകമാക്കുന്നു. അതിനാൽ നിഴലെന്നറിയാതെ പിടിപ്പതിനായി പിറകെ നട കൊണ്ടുഴറുന്നു ജനം. പരമാത്മാസുഖം പരമാത്മാസുഖം ഫലഭോഗസുഖം സുഖമല്ലറിവിൻ. പരമാത്മാസുഖം ഫലഭോഗസുഖം സുഖമല്ലറിവിൻ. നിഴലെന്നറിയാതെ പിടിപ്പതിനായി, നിഴലാണ് എന്നറിയാതെ, നിഴല് കണ്ടിട്ട് അത് വസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ പിടിക്കാൻ ഓടുകയാണ് നാം ഓരോരുത്തരും. ഈ പ്രപഞ്ചത്തിൽ കാണുന്നവയെല്ലാം തന്നെ ആ പരമാത്മാവിൻ്റെ നിഴല് മാത്രമാണ്. നിഴലിൽ നിന്നൊരിക്കലും നമുക്ക് ശാശ്വതമായി സുഖം ലഭിക്കുകയില്ല. സൂര്യൻ്റെ ചൂടും പ്രകാശവും, അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂട്, അതിൽ നിന്നുണ്ടാകുന്ന ഊർജവും ബക്കറ്റിൽ പതിയുന്ന സൂര്യൻ്റെ പ്രതിബിംബത്തിന് ഉണ്ടാവുകയില്ല. പ്രതിബിംബത്തിന് ചൂടുമില്ല, വെളിച്ചവുമില്ല. അതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന ഊർജം പ്രതിബിംബത്തിന് ഇല്ലതാനും. അതുപോലെയാണ് നാം ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയപ്പെടുന്ന ഈ പ്രപഞ്ച ഭാവങ്ങൾ എല്ലാം തന്നെ. നിഴലെന്നറിയാതെ പിടിപ്പതിനായി പിറകെ നട കൊണ്ടുഴറുന്നു ജനം. നിഴലാണ് എന്നറിയാതെ, സത്യമാണെന്ന് കരുതി അതിനെ പിടിക്കുന്നതിന് വേണ്ടി പിറകെ നട കൊണ്ടുഴറുന്നു ജനം. ആ നിഴലിൻ്റെ പിന്നാലെ പോയിട്ട് കഷ്ടപ്പെടുകയാണ് ജനങ്ങൾ. ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ല. അതാണ് പരമാർത്ഥാസുഖം. പരമാർത്ഥത്തിലുള്ള സുഖം ഈ നിഴല് പോലെയുള്ള പ്രപഞ്ച വസ്തുക്കളിലല്ല. പരമാർത്ഥാസുഖം പരമാത്മാസുഖം, പരമാത്മാവിൻ്റെ സുഖമാണ് പരമാർത്ഥത്തിൽ സുഖമായിരിക്കുന്നത്. അതാണ് പരമാർത്ഥാസുഖം പരമാത്മാസുഖം ഫലഭോഗാസുഖം. ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്ന ഈ പ്രപഞ്ചത്തിലെ സുഖം സുഖമല്ലറിവിൻ. അത് സുഖമല്ല എന്ന് മനസ്സിലാക്കി അവയുടെ പുറകെ പോയി ആയുസ്സും ശക്തിയും ഊർജവും നഷ്ടപ്പെടുത്താതിരിക്കൂ എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് മഹാത്മാക്കൾ. നിഴലെന്നറിയാതെ പിടിപ്പതിനായി പിറകെ നട കൊണ്ടുഴറുന്നു ജനം. പരമാർത്ഥാസുഖം പരമാത്മാസുഖം. പരമാർത്ഥത്തിലുള്ള സുഖം പരമാത്മാവിൻ്റെ സുഖമാണ്. ഈ പ്രപഞ്ചം ആ പരമാത്മാവിൻ്റെ ഒരു നിഴലാണ്. ആ നിഴല് യഥാർത്ഥമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഓരോ മനുഷ്യനും ദുഃഖിക്കേണ്ടി വരുന്നു. ഫലഭോഗസുഖം സുഖമല്ലറിവിൻ. ഈ ഭോഗസുഖങ്ങൾ, ഇന്ദ്രിയങ്ങളിൽ കൂടി നാം അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം തന്നെ സുഖമല്ല, അത് ദുഃഖത്തിൻ്റെ ഇരിപ്പിടമാണ് എന്ന് മനസ്സിലാക്കിയാലും
എത്ര വലിയ ഒരു സത്യമാണ് ഈ 4 വരികളിൽ നമ്മെ വിളിച്ചു പറയുന്നത്. നിഴലെന്നറിയാതെ വെടിപ്പതിനായി പിറകെ നട കൊണ്ടുടറുന്നു ജനം. പരമാർത്ഥ സുഖം പരമാത്മാ സുഖം ഫലഭോഗ സുഖം സുഖമല്ലറിവിൻ. ഹരേ